അനുമോളും അക്ബറും ഷിയാസ് കരീമും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ പറയുന്നുണ്ട്, ഇക്ക എനിക്കൊരു കാര്യം പറയണമായിരുന്നു. അപ്പം ഷിയാസ് കരീം പറയുന്നുണ്ട്, എന്നാ പറ. അപ്പോൾ പറയുകയാണ്, അക്ബർ ഇരിക്കുന്നുണ്ട് പറയാൻ പറ്റത്തില്ല. അപ്പോഴേക്കും അക്ബർ പറഞ്ഞ്, എന്നാൽ ഞാനങ്ങ് ചെവി പൊത്തിയിരിക്കാം. അനുമോളുടെ കാര്യം പറയട്ടെന്ന് പറഞ്ഞിട്ട് അക്ബർ ചെവിയും പൊത്തിയിരിക്കുകയാണ്. അപ്പോൾ ഷിയാസ് കരീം പറയുന്നുണ്ട്, ഇനി പറ. അപ്പോൾ അനുമോൾ എന്തോ പറയുന്നുണ്ട്, പക്ഷെ വെറും പതിഞ്ഞ സൗണ്ടിലാണ് പറയുന്നത്. ഇക്ക പിന്നെയെന്ന് പറഞ്ഞിട്ട് അനുമോൾ പറയാൻ തുടങ്ങി. അപ്പോൾ അക്ബർ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, എന്തുവാണ് അനുമോൾ പറയുന്നത്. അനുമോൾ പറഞ്ഞു തുടങ്ങി, ഇക്ക പിന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഷിയാസ് കരീം പറഞ്ഞ്, എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പുറത്തെ ഒരു കാര്യങ്ങളും. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്ക് പുറത്തെ ഒരു കാര്യവും പറയാനുള്ള അലൗഡില്ല. അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട്, ഷിയാസ് കരീം പുറത്തെ ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല, ബാക്കിയുള്ളവർ പുറത്തെ കാര്യങ്ങൾ ചോദിക്കാനും പാടില്ല എന്ന്. വളരെ പതിഞ്ഞ സൗണ്ടിൽ അനുമോൾ പറയുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നി, അവർക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ അങ്ങ് വിടാൻ പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഷിയാസ് കരീം പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഗസ്റ്റായിട്ട് വന്ന ഞാനോ ശോഭയോ റിയ സലീമോ ഒന്നും വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അതിനുള്ള റൂളില്ല. അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു, ശോഭയുടെയും ഷിയാസ് കരീമിൻ്റെയും ചെക്കൗട്ടിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്, പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരേണ്ടതാണ്. ഷിയാസ് കരീം പറയുന്നുണ്ട്, ശോഭ എന്താണെന്നോ ഇത്രയും താമസിക്കുന്നത്, ഞാൻ എപ്പോഴും തയ്യാറായി ഇട്ടിരിക്കുകയാണ്, ബിഗ് ബോസ് എത്ര സമയം കൊണ്ട് അനൗൺസ് ചെയ്യുന്നത്, എന്നിട്ട് ശോഭ എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തത് എന്ന് ഷിയാസ് കരീം പറയുന്നുണ്ട്. അപ്പോഴും അനുമോൾ പറയുന്നുണ്ട്, ഇക്ക എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇക്ക എന്ന് പറയാമോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഷിയാസ് കരീം വീണ്ടും പറയാണ്, എനിക്ക് പറ്റില്ല അനുമോളെ.